ഇതിനും ഞങ്ങളെ വിളിപ്പുറത്തെത്തണ രജനീഷ് വൈദ്യര് ഇവർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു രാവിലത്തെ സമയമാണ്, ലേഡീസ് ആണെങ്കിൽ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ കൂടി ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമുക്ക് ഒരു മഹത്തായ ഒരു അവസരമാണ് നമുക്ക് SBG തന്നിട്ടുള്ളത്. ഈ ഒരു അവസരം നമ്മൾ കൈ കിട്ടിയതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക വേണം. കാരണം എന്താന്ന് വെച്ചാല് ഒന്നും അറിയാത്ത ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കുറെ അറിവിന്റെ ലോകത്തേക്ക് എത്തിയെന്ന് പറയാൻ പറ്റും. കാരണം ആരോഗ്യപരമായിട്ടും പിന്നെ കുറെ ഹെൽത്ത് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ പഠിക്കാനും അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു അവസരം തന്നത് SBG ആണ്. SBGക്ക് അതിനൊരു വലിയ താങ്ക്സ് തന്നെ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പോ നമുക്ക് രാവിലെ ഉള്ള ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കുറെ രാവിലത്തെ തന്നെ നല്ല കാര്യങ്ങൾ, മോട്ടിവേഷൻ കാര്യങ്ങൾ, അതേപോലെ പിന്നെ ഇതിൽ കൂടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് പല മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതേപോലെ RTP പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് SBG തരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൂടെ കിട്ടുന്ന അറിവുകളൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പം ഏത് പ്രോഗ്രാമിലാണെങ്കിലും ഏത് മീറ്റിങ്ങിലാണെങ്കിലും നമുക്ക് പിന്നെ സാറുമാർ പറഞ്ഞു തരുന്നത് നമുക്ക് നല്ല രീതിയിൽ ഡ്രീംസ് വേണമെന്നാണ്. ആ ഡ്രീംസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഡ്രീംസ് എന്താണെന്നോ പിന്നെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഈ പ്രോഗ്രാമിൽ ഉള്ളത്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടിയത് വലിയൊരു ഉപകാരമായിട്ടാണ് എന്റെ ഒരു സാഹചര്യം വെച്ച് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഡ്രീം വേണം. ഇപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് കാര്യത്തിനും പിന്നെ അത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങൾ ആദ്യം സ്വപ്നം കാണുകയെന്നാണ് അബ്ദുൽ കലാം ആസാദ് പറഞ്ഞിട്ടുള്ളത്. അതേ ഒരു തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിലും വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം സ്വപ്നം കാണുക, ആ സ്വപ്നം എന്താണെന്ന് എഴുതി വെക്കുക, അത് നമ്മള് മുൻകൂട്ടി അത് നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ കാണാൻ പഠിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഞാൻ കൂടുതലായിട്ട് വലിച്ചു നെട്ടി കൊണ്ടുപോകണില്ല. നമുക്കിന്ന് സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത് നമ്മളെ ഗ്രേറ്റ് ലീഡറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും സാർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരാറുള്ളത്. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യുക. അത് എങ്ങനെയാണെന്നുള്ളത് അതിൽ കൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോവുക. അപ്പൊ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു പ്രാവശ്യം കേട്ടതല്ല നമ്മൾ അടുത്ത പ്രാവശ്യം കേൾക്കുന്നത്. നമുക്ക് അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് അത്രയും പ്രാധാന്യമുള്ളതാണ്. സാറ് ഗോയിങ് NTC ആണ്. അപ്പൊ കൂടുതൽ ഞാൻ പറയണില്ല, ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് സാറിന്റെ അടുത്ത് തന്നെ കിട്ടും. അപ്പൊ നമുക്കിന്ന് സംസാരിക്കാനായിട്ടുള്ളത് നമ്മളെ ഗ്രേറ്റ് ലീഡർ ഷുഹൈബ് സാറാണ്. സാറിനെ ഞാൻ ഈ പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു സുബൈദ മേഡം. വളരെ നന്നായിട്ട് മാസ്റ്റർ ഓഫ് സെറിമണി നിർവഹിച്ചു. അവര് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ജീവിതത്തിൽ വിജയിക്കുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? സ്വപ്നം കാണണമെന്നും അത് നേടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നും, പ്രത്യേകിച്ച് സുബൈദ മാഡം പറയാനുള്ള റീസൺ സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം, നമുക്ക് കിട്ടിയിട്ടുള്ള നോളജ്, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, ഇതെല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ സുബൈദ മാഡത്തിനും അവരുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് മാഡം. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരത്തിൽ നമ്മോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് സ്വപ്നം കാണാൻ പഠിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത്
സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ്. ഓക്കെ, എന്തായാലും അടുത്ത റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്ത് വലിയൊരു ലേഡി ലീഡർ ആയിട്ട് തന്നെ സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ ഉണ്ടാകും സുബൈദ മാഡം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീം ലീഡറാണ് മാഡം. എന്തായാലും ആമുഖമായിട്ട് നമുക്ക് സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും അത് തന്റെ ജീവിതാനുഭവമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടു കൂടി ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. എന്തായാലും എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി ഒരിക്കൽ കൂടി, എന്റെ പേര് ഷുഹൈബ്. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി സ്വദേശിയാണ്. ഒരു കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും എന്റെ ഗൈഡും ഒക്കെ ആയിട്ടുള്ള അൽത്താഫ് സാറുമായിട്ട് ഞാൻ കണക്ട് ആവുന്നത്. അതിനുശേഷം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതികളിലാണ്. ഒരു സാധാരണ മനോഭാവത്തോടു കൂടി ജീവിച്ചു പോന്നിരുന്ന എന്നെ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള മനോഭാവത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചുയർത്തിയതിന് അൽത്താഫ് സാർ അടക്കമുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവരെ അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ഇന്ന് ഈ രാവിലെ ഈ സുപ്രഭാതത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ജീവിതാനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ന് ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനും ആവശ്യമുള്ള, ഏതൊരു മനുഷ്യനും കിട്ടാവുന്നതിലെ ഏറ്റവും മികച്ച ഒരു അവസരമാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ തുടക്കത്തിൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം കാരണം എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങി ഈ ബിസിനസ് അവസരവുമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ഓരോ പ്രോഗ്രാമുകളിലേക്ക് നമ്മെ വിളിക്കുകയും ആ പ്രോഗ്രാമുകൾ വഴി യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണ് തുറക്കുകയും ചെയ്തിട്ടുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ആയിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും. എന്നാൽ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഈ അവസരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാകും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു മില്ലനയർഷിപ്പ് നേടിത്തരുന്ന ഒരു അവസരമാണ് എന്ന് മാത്രമല്ല, നേരത്തെ സുബൈദ മേഡം പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം. എന്നാൽ ഈ ജീവിതം ഒരു പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഇതൊരു പ്രയാസമുള്ള ജീവിതമല്ല, ഈ ജീവിത കാലഘട്ടത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടും ആസ്വദിക്കേണ്ടതായിട്ടും ഉണ്ട്. അതിനൊരു അവസരമുണ്ട്. ആ അവസരത്തിൽ മുന്നേ നടന്ന് ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗൈഡൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐ ഓപ്പണിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അവസരം നമുക്ക് ദൈവികമായിട്ട് കിട്ടിയിട്ടുള്ള മഹത്തായ ഒരു അവസരം തന്നെയാണ്. അത് ഒരു അർത്ഥത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രീതിയിൽ പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കറിയാം, ഈ അവസരവുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തപ്പോഴാണ് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്നാൽ അതുവരെ ഞാനും നിങ്ങളും ഇവിടെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ ഇത്തരത്തിലൊരു അവസരമുണ്ടെന്നോ ഈ അവസരത്തിലൂടെ സാധാരണക്കാരും അസാധാരണക്കാരുമായ ആളുകൾ വിജയിക്കുന്നുണ്ടെന്നോ എന്ന് നമുക്കറിയില്ലായിരുന്നു.
പക്ഷെ ഏതോ ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധു നമ്മളെ അതിലേക്ക് ക്ഷണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു അപരിചിതൻ ഈ അവസരത്തിലേക്ക് ക്ഷണിച്ച് ഈ അവസരം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ മഹത്തായിട്ടുള്ള അനുഭവം, ദൈവികമായിട്ടുള്ള കരസ്പർശം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് ആത്മാഭിമാനം കൊള്ളാം. കാരണം അത്രത്തോളം ജനങ്ങളിൽ, മനുഷ്യന്മാരിൽ മാറ്റമുണ്ടാക്കിയിട്ടുള്ള, സൊസൈറ്റിയിൽ മാറ്റത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി. ഏറ്റവും ദൈവികമായിട്ടുള്ള കരസ്പർശമേറ്റിട്ടുള്ള പ്രോഡക്റ്റുകളാണ്, അവസരങ്ങളാണ് കമ്പനി നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ഒരു കമ്പനി ഉണ്ടായത് കൊണ്ടോ പ്രോഡക്റ്റുകൾ മികച്ചതായതുകൊണ്ടോ ഒരാൾക്ക് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് എങ്ങനെ ചെയ്യണം? കാരണം നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത ഒരു മേഖലയിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വന്നിട്ടുള്ളത്. കടന്നു വരുമ്പോ നമ്മളോട് പറയുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ, വലിയ രീതിയിൽ പണമുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതൊരു സത്യമാണെങ്കിലും അങ്ങനെ അല്ലാത്ത ഒരവസരത്തിൽ എങ്ങനെ വലിയ രീതിയിൽ പണമുണ്ടാക്കാം എന്ന് ചിന്തിപ്പിക്കുന്നത്, എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിന് ഒരു ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ വഴി ഈ ബിസിനസ് അവസരം എങ്ങനെ നമുക്ക് പടുത്തുയർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഓർഗനൈസേഷനുമായി കണക്ട് ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആ ജീവിത അനുഭവം, അല്ലെങ്കിൽ ആ വിജയിക്കുന്ന ആ അവസ്ഥ മുൻകൂട്ടി അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിക്കണം. അഥവാ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അഥവാ അടുത്ത 6 മാസം, 1 വർഷം, 3 വർഷം, 5 വർഷം അങ്ങോട്ടുള്ള ജീവിതാവസാനം വരെയുള്ള കാലയളവിനെ ഏത് രീതിയിൽ ജീവിക്കണം, എന്റെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കിട്ടിയിട്ടുള്ള അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുന്നതിനെയാണ് വിഷൻ എന്നൊരർത്ഥത്തിൽ പറയുന്നത്. ആ വിഷൻ നമുക്കുണ്ടാകണമെന്ന് യഥാർത്ഥത്തിൽ ഈ അവസരവുമായി കണക്ട് ചെയ്ത് സക്സസ്ഫുള്ളിയുടെ പല മീറ്റുകളും അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ മുൻകൂട്ടി നമ്മുടെ ജീവിതത്തെ കാണാനും അതിനെ ഫീല് ചെയ്യാനും അതിനു വേണ്ടിയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അപ്പൊ അത് എങ്ങനെ നമ്മുടെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും? എന്തായിരിക്കും ആ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ആ പ്രവർത്തനം, മനസ്സിൽ നമ്മൾ കാണേണ്ടുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്. സീ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്. അഥവാ യഥാർത്ഥത്തിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നതിന് മുൻപ് മനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. അത് അങ്ങനെ യഥാർത്ഥത്തിൽ ലൈഫിനെ കാണുക മാത്രമല്ല, ആ ലൈഫിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന മേഖലയെയും എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ വലിയ രീതിയിലുള്ള വിജയം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്ലാൻ വേണമെന്നർത്ഥം, ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമെന്നർത്ഥം. അത് നമ്മുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്യുമ്പോൾ, നമ്മൾ പല സ്വപ്നങ്ങളെ കുറിച്ചും സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യം മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പണം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ പണം കണ്ടെത്തുന്നത് വെറുതെ ആയിരിക്കരുത്.
അത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തുകൊണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് കിട്ടുന്ന പണത്തിന് മൂല്യമുള്ളത്. ഈ മൂല്യമുള്ള പണം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള പല ചേഞ്ചസും നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള അഡീഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടാകും. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വീട് നാം സ്വന്തമാക്കുന്നുണ്ടാകും. അത്തരത്തിൽ പലതരത്തിലുള്ള ജീവിത സ്റ്റൈല് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകും. ആ ലൈഫ് സ്റ്റൈല് നേടിയെടുക്കുന്നത് സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്താണോ പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അതിന്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് എത്രത്തോളം പണം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും, ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും സൗഭാഗ്യവാന്മാരാണ്, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇന്ന് മനുഷ്യന്മാർ അനുഭവിക്കുന്ന മുഴുവൻ ജീവിത ശൈലി രോഗങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ സൊല്യൂഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ ജനങ്ങൾ നമുക്ക് തരുന്നത് മോണിറ്ററി ബെനിഫിറ്റ് ആണ്. ഈ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലാനുകൾ, മിഡ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ, അഥവാ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്കൊരു വർഷം കൊണ്ട് മിനിമം ഒരു 1000 ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, മിനിമം ഒരു 1000 വീടുകളിൽ ഈ ആരോഗ്യ സന്ദേശം എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു പ്ലാൻ ഉണ്ടാകുന്നത്. അങ്ങനെ 1000 വീടുകളിലേക്ക് നമുക്ക് മനോജ് സാറ് നമ്മുടെ സക്സസ് ബറി മുന്നോട്ട് വെച്ചിട്ടുള്ള റീഗ എന്ന പ്രോജക്റ്റ് നാം മനസ്സിലാക്കി അത് നാം പ്രാക്ടിക്കലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ റീഗ എന്നുള്ള പ്രോജക്റ്റ് 1000 വീടുകളിലേക്ക്, അഥവാ ഈ ആരോഗ്യ സന്ദേശം 1000 വീടുകളിലേക്ക് എനിക്ക് എത്ര മാസം കൊണ്ട് എത്തിക്കാൻ വേണ്ടി സാധിക്കും? ആ 1000 വീടുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ച് പ്രാക്ടിക്കലി ആ 1000 വീടുകളിലും ഈ പ്രോഡക്റ്റുകളും മറ്റും ഉപയോഗിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എത്ര വരുമാനം ലഭിക്കുന്നുണ്ടാകും? ഈ വരുമാനം ഉപയോഗിച്ച് എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? എന്റെ വാഹനം എനിക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമോ? എന്റെ വീട്ടിൽ എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് ഏറ്റവും നല്ല ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നെല്ലാം ചിന്തിക്കുന്നതിനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷൻ എന്ന് പറയുന്നത്. ഈ വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള പ്ലാനാണ് വേണ്ടത്. എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ബെറി-ഡേ വരുന്ന സമയത്ത് എന്റെ റാങ്ക് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോ കാണാൻ വേണ്ടി സാധിക്കണം. സീ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്. ബെറി-ഡേയിൽ എന്റെ റാങ്ക് എന്തായിരിക്കും, എന്റെ വരുമാനം എന്തായിരിക്കും, ആ വരുമാനം ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഇങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിലേക്ക് മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. അതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ വിഷനിലേക്ക് നടന്നെടുക്കുക, ആ വിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമാന സ്വഭാവമുള്ള, സമാന ചിന്താഗതിയുള്ള ആളുകളെ കൊണ്ടുവരിക. ഈ ആളുകൾക്ക് പൊതുവായിട്ടുള്ള സ്വപ്നങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വപ്നങ്ങളും നേടിയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ലീഡറായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടെ
വർഷങ്ങളും മാസങ്ങളുമായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ലീഡർ ആയിട്ട് അഥവാ വിഷനിലേക്ക് നടന്നെടുക്കുന്ന, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടുന്ന ഒരാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു പ്രൊമോട്ടർ ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഒരു പ്രൊമോട്ടർ ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തെടുക്കുന്ന ആളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ആളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരാൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഒരാൾ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ധാരാളം ഫങ്ഷനുകൾ നമുക്ക് നമ്മുടെ കമ്പനിയും നമ്മുടെ ടീമും സക്സസ് ബെറിയും എല്ലാം ഒരുക്കി തരുന്നുണ്ട്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം ഫങ്ഷനുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫങ്ഷനുകളിലേക്ക് പുതിയ ആളുകളെയും പഴയ ആളുകളെയും കൂട്ടിക്കൊണ്ടുവരാൻ നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ സ്വപ്ന സാക്ഷാത്കാരം നേടാൻ സാധിക്കുക. അതേപോലെ തന്നെ ഈ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് ടിക്കറ്റുകളാണ്. നമുക്കറിയാം, നമ്മൾ പല വേദികളിലും നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകളുടെ എണ്ണം വരെ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള ആളുകളാണ്. അത്തരം ടിക്കറ്റ്സ്, അതേപോലെ GTSലേക്കുള്ള, ആഴ്ചയിൽ നടക്കുന്ന പ്രോഗ്രാമുകളിലേക്കുള്ള പ്രൊമോട്ടർ ആയിട്ട് എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നാം കാണുന്ന വിഷൻ പൂർത്തീകരിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ബിസിനസ്സുമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളാണ് നമ്മൾ അപ്ലൈൻസ് ലീഡേഴ്സ്. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളുടെ അപ്ലൈൻ, പ്രോപ്പർ ആയിട്ടുള്ള അപ്ലൈൻ ലീഡറെ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുമായിട്ടുള്ള കണക്ഷനിലൂടെ അവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. ആ അപ്ലൈൻ ലീഡറുടെ ക്വാളിറ്റിയോ അദ്ദേഹത്തിന്റെ നിലവിലുള്ള കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നില്ല. കാരണം അപ്ലൈൻ എന്ന് പറയുന്നത് അത് അപ്ലൈൻ തന്നെയാണ്. ആ അപ്ലൈനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം, എഡിഫൈ ചെയ്യാൻ പഠിക്കണം. ആ എഡിഫിക്കേഷനിലൂടെയാണ്, ആ അപ്ലൈന്റെ പ്രൊമോഷനിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും വളരുന്നത്. നമ്മുടെ അപ്ലൈൻസ് ആണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ, നമ്മളുടെ ടീമിന്റെ മുന്നിൽ നാം ആരാണ്, ഞാനും നിങ്ങളും ആരാണ് എന്ന് യഥാർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് നമ്മുടെ അപ്ലൈനാണ്. അതുകൊണ്ട് ഈ അപ്ലൈനെ എഡിഫൈ ചെയ്ത് ആ ടീമിനെ ഒരു സുരക്ഷിതത്വ ബോധമുള്ള ഏറ്റവും നല്ലൊരു ടീമാക്കി മാറ്റിയെടുക്കേണ്ടത്, കാരണം ഗൈഡ് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ നമുക്ക് ആളുണ്ട്, കൈപിടിക്കാൻ നമുക്ക് ആളുണ്ട് എന്ന് പുതിയ ഒരാൾ കടന്നു വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഫിയറുള്ള ആളുകളായിരിക്കും. ഈ ബിസിനസ് അവസരത്തെ സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന ആളുകളായിരിക്കും. ഈ ബിസിനസ് അവസരത്തെ വലിയ രീതിയിൽ ഒരു അകൽച്ച ഉള്ള ആളുകളായിരിക്കും. ഇത്തരം ആളുകളെയൊക്കെ കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എനിക്കറിയാം, എന്റെ ടീമിലുള്ള രാജൻ മാഷ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും കർണൻ മാഷൊക്കെ അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവന്നെങ്കിലും യഥാർത്ഥത്തിൽ മനോജ് സാറിന്റെ ഒരു ക്ലാസ് കേട്ടതിന് ശേഷമാണ്, റീഗ്നൈറ്റ് പ്രോഗ്രാം കേട്ടതിന് ശേഷമാണ് ഈ ബിസിനസ്സുമായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അടുത്തു വരുന്നത്. അപ്പൊ അപ്ലൈൻ ലീഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം, അവരുടെ പ്രോഗ്രാമുകളെ പ്രൊമോട്ട് ചെയ്യണം, അവരെ എഡിഫൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഫങ്ഷനും ടിക്കറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അതേപോലെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. എന്തൊക്കെ ബിൽഡ് ചെയ്തെടുക്കണം? നമ്മളിൽ ഡ്രീം ബിൽഡ് ചെയ്തെടുക്കണം. അതേപോലെ ടീമിൽ ഡ്രീമിനെ ബിൽഡ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അടുത്ത നമ്മൾ കാണുന്ന ഒരു 5 വർഷം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന സൊസൈറ്റിക്ക് കൊടുത്തിട്ട് അതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഉപയോഗിച്ചിട്ട് വലിയ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്നതിന്
നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടീമിനെ, ഒരു പ്രൊമോട്ടിംഗ് ടീമിനെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ പുതിയ ആളുകളെ ഈ കടന്നു വന്ന ആളുകളെ വീണ്ടും കോപ്പി കാറ്റ് ചെയ്യാൻ, വീണ്ടും നമ്മെപ്പോലെയുള്ള നമ്മളെക്കാളും കഴിവുള്ള ലീഡേഴ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ് അവസരത്തിന്റെ ഫ്രൂട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഡിഫറെന്റ് മാർക്കറ്റുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യുന്നതിലൂടെ മാത്രമേ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിലൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും കൂടുതൽ വരുമാനം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു പക്കാ ബിസിനസ് അവസരമാണല്ലോ. ആ ബിസിനസ് അവസരത്തിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ ഡിഫറെന്റ് ഏരിയകളിൽ ഡിഫറെന്റ് ടീം ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഓരോ വീക്കിലും നമുക്ക് പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഡക്റ്റുകൾ ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഒരുപക്ഷെ പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരിക്കാം, ഇതിനൊക്കെ എനിക്ക് സാധിക്കുമോ? 100% സാധിക്കും. കാരണം നമുക്ക് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. വിവരമുള്ള ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഓർഗനൈസിങ് പവർ ഉള്ള ആളുകൾ നമ്മെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവരുടെ കൂടെ, സക്സസ്ബറിയുടെ കൂടെ നിന്ന് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത് സാധ്യമാണ്. അവിടെ ജെൻഡറിന് പ്രശ്നമില്ല, ആണാണെന്നോ പെണ്ണാണെന്നുള്ള പ്രശ്നമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നമില്ല. കാരണം സ്കൂളിലും കോളേജിലും പഠിക്കാത്ത ആളുകൾ പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് പോലും വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരു അവസരത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അവിടെ നമുക്ക് കിട്ടേണ്ടുന്ന വിദ്യാഭ്യാസം പതുക്കെ പതുക്കെ നമുക്ക് കിട്ടും, ഗ്രാജുവലി നമുക്ക് കിട്ടും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ അഥവാ പുതിയ ആളുകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇങ്ങനെ പരസ്പര ധാരണയിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാം, വലിയ മാർക്കറ്റുകൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ഈ മാർക്കറ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യപ്പെടുന്നതോ. ഇത് വലിയൊരു സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ് ഇത് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഈ സിസ്റ്റത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അതിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ വലിയ ടാസ്കുകളൊന്നും നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ബിൽഡ് ചെയ്തെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഡ്രീം ബിൽഡ് ചെയ്തെടുക്കണം, മാർക്കറ്റ് ബിൽഡ് ചെയ്തെടുക്കണം, അതേപോലെ തന്നെ സിസ്റ്റം ടീമിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന ബെറി 007 എന്നുള്ള പ്രോഗ്രാം, അത് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അർത്ഥതലങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കലി അതിന്റെ പിന്നാലെ കൂടുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താണ് ഈ ബെറി 007 എന്ന് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ 5 ഫിംഗർ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, 3 നവേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിസ്റ്റവുമായിട്ട് പുതിയ ആളുകളെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഡ്രീം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയുള്ള മാർക്കറ്റ് പ്ലേസുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. ഈ ഓരോ മാർക്കറ്റുകളിലും അതിനനുസൃതമായിട്ടുള്ള ലീഡർഷിപ്പിലുള്ള ആളുകളെ കണ്ടെത്താനും പരിപോഷിപ്പിച്ചെടുക്കാനും ബിൽഡ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കണം. ഇത് ഈസി ഗോയിങ് ആണ്, ഇത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. പക്ഷേ ഇവിടെ ഗൈഡ് ചെയ്യുന്ന ലീഡേഴ്സിനെ അനുസരിക്കാനും അതിനനുസൃതമായിട്ട് മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും സാധിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള വിഷനിലേക്ക് നമുക്ക് നടന്നെടുക്കാനും സാധിക്കുക.
ഇങ്ങനെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ബിസിനസിന്റെ അവസരത്തിൽ നിന്നും വലിയ രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കൂടി ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? പുതിയ പുതിയ ആളുകൾ ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും നമ്മുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ താഴെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും ഈ ബിസിനസ് താല്പര്യപൂർവ്വം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ 2 ഓർഗനൈസേഷനും ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് 100% നാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മളെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് യഥാർത്ഥത്തിൽ കളർഫുൾ ആകുന്നത്. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ വരുന്ന ആളുകൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പ്രോഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ 2 അർത്ഥമുണ്ട്. അഥവാ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും, കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും. കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകളാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, എന്നാൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു വീട്ടിലെ കുടുംബനാഥനായിരിക്കും പ്രോഡക്റ്റിന്റെ കസ്റ്റമർ. ആ വീട്ടിലുള്ള മറ്റു കുഞ്ഞുങ്ങളും അടക്കമുള്ള സ്ത്രീകൾ അടക്കമുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ കൺസ്യൂമേഴ്സ്. ഇവിടെ ഞാനും നിങ്ങളും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കസ്റ്റമർ യഥാർത്ഥത്തിൽ ആ വീട്ടിലുള്ള മുഴുവൻ കൺസ്യൂമേഴ്സിനും വേണ്ടുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ പ്രോഡക്റ്റുകൾ കസ്റ്റമർ വഴി കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് 100% ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രോഡക്റ്റുകൾ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി ഓരോ ആഴ്ചയിലും എത്രത്തോളം പോകുന്നുണ്ട്, എത്രത്തോളം കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ. അവിടെയാണ് വെൽനെസ് എന്നുള്ള കൺസെപ്റ്റിന്റെ പൊട്ടൻഷ്യൽ. കാരണം വെൽനെസ് എന്നുള്ള ആശയവും ഇൽനെസ് എന്നുള്ള ആശയത്തിന്റെയും ഒരു ഏകോപനമാണ് യഥാർത്ഥത്തിൽ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ വെറും ഒരു വെൽനെസിന്റെ പ്രൊമോട്ടേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അല്ല. നമ്മൾ ഇൽനെസ് മേഖലയിലും യഥാർത്ഥത്തിൽ നാം കൈവച്ചിട്ടുണ്ട്. ഇത് വലിയൊരു അനുഭവമാണ്, വലിയൊരു കമ്പനിയുടെ വീക്ഷണമാണ്. കാരണം ഈ ജനറേഷനിൽ, ഈ ആളുകളിൽ ഇന്ന് ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. കാരണം രോഗം അനുഭവിക്കുന്ന ആളുകളുടെ രോഗത്തെ റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഡക്റ്റുകളുണ്ട്. എന്നാൽ രോഗം വരാതിരിക്കുന്ന അല്ലെങ്കിൽ വന്നിട്ടില്ലാത്ത ആളുകൾക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും നമ്മുടെ കമ്പനി ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. എത്രത്തോളം സീഡ് ടു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ അഗ്രോ കെയർ പ്രോഡക്റ്റ് പോലും ഭാവിയിൽ രോഗം വരാതിരിക്കുന്ന ഒരു സൊസൈറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വെൽനെസിന്റെ വലിയൊരു സാധ്യത ഉപയോഗപ്പെടുത്താൻ കമ്പനി തയ്യാറാണ്. എന്നാൽ ഇൽനെസ്, രോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ രോഗത്തെ റിവേഴ്സ് ചെയ്യുന്നതിന് ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുമുണ്ട്. സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ഡ്രീം ഒക്കെ ഫുൾഫില്ല് ചെയ്യുന്നതിന് ഇതിനേക്കാൾ ഏറെ ഇനി എന്താണ് നമുക്ക് ആവശ്യം? എത്രത്തോളം പ്രോഡക്റ്റുകളാണ് കമ്പനി നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുള്ളത്? അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ എന്നുള്ള ഒരു തോന്നൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകും. എല്ലാ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ, ഹോം കെയർ ഉൽപ്പന്നങ്ങളുടെ, അതേപോലെ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുടെ, അഗ്രോ കെയർ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാനെന്ന്
അഭിമാനത്തോടു കൂടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാം വിജയിച്ചില്ലേ? ഈ ആശയം ഇന്ന് ലോകത്തിന് വളരെ കൂടുതൽ ആവശ്യമുള്ളതല്ലേ? അതിന് ആളുകളെ ഒന്ന് ഉത്ബോധിപ്പിക്കാൻ, അവരെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ നാം കൂട്ടായിട്ട് പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതാഭിലാഷങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ, ജീവിതത്തിന് ഒരു ഗൈഡൻസ് കിട്ടാതെ, ഒരു ഒരു എന്താ പറയാ, ജീവിതത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം പോലുമില്ലാതെ, ഒരു ഹോപ്പില്ലാതെ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾക്ക് വലിയൊരു വഴിവിളക്കായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നു. അതിനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നു. അതിലൂടെ ധാരാളം മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. അതിലൂടെ വലിയൊരു റിട്ടേൺ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 2,10,000 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ID വഴി ക്രെഡിറ്റ് ആകുന്നു. അങ്ങനെയുള്ള 3 ഐഡികൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്, കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതിലൂടെ 6,30,000 വീക്കിലി ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന മന്ത്ലി ഉള്ള ഇൻകം വേറെയാണ്. ഇങ്ങനെയുള്ള ഒരു അവസരം അത് പ്രാക്ടിക്കലി ചെയ്തെടുക്കാനുള്ള സ്ട്രാറ്റജികളും പ്ലാനുകളും ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് ഒരുപക്ഷെ ഒറ്റയ്ക്ക് സാധിക്കില്ല. അതിനൊരു ടീമിന്റെ സഹായം ആവശ്യമാണ്. അപ്ലൈൻ ലീഡേഴ്സിന്റെ സഹായം ആവശ്യമാണ്. സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ സഹായം നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. അതിന്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഡയറിയോ നോട്ട്ബുക്കോ എടുത്ത് നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങളെ എഴുതി വെച്ച് ആ ജീവിതാഭിലാഷങ്ങൾക്ക് എത്രത്തോളം പണം വേണമെന്ന് മനസ്സിലാക്കി അത് ഈ കമ്പനിയിലെ ഏത് റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി ആ റാങ്ക് അച്ചീവ് ചെയ്യാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് അപ്ലൈൻ ലീഡറുമായിട്ട് ഇരുന്ന് മനസ്സിലാക്കി അതിനു വേണ്ട പ്ലാൻ തയ്യാറാക്കി എത്ര ആളുകൾക്ക് ഞാൻ പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി എത്ര ക്ലോസിംഗ് ഞാൻ നടത്തേണ്ടി വരുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതം കളർഫുൾ ആക്കുന്നതിന് എത്ര പണം ആവശ്യമുണ്ട്, ആ പണം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുടെ പരിഹാരത്തിലൂടെ ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ട്? അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ള ആളുകളെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. കാരണം ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതിനൊരു അവസാനമില്ല, ഇതിനൊരു ലിമിറ്റ് ഇല്ല. കാരണം ഒരു റോഡ് കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഹൈവേ പൂർത്തിയാകുന്നതോടുകൂടി അത് അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് അത് അവസാനിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വെൽനെസിന്റെ സാധ്യത ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പണത്തിന്റെ ഒഴുക്ക് ഒരിക്കലും അവസാനിക്കില്ല. അപ്പൊ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ബിസിനസ് അവസരത്തിൽ ഞാനും നിങ്ങളും സ്വപ്നം കാണേണ്ടുന്നതിന് വല്ല ലിമിറ്റും ഉണ്ടോ? അതാണ് മനോജ് സാർ പറയുന്നത്, ഒരു പ്രൈവറ്റ് ജെറ്റ് എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതുകൂടി നേടാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന സമയത്ത് നമ്മളുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുകയാണ്. ഈ ചിറക് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ രീതിയിൽ പറന്നുയരാൻ പറ്റുന്ന ചിറകുകളാണ്. ഹൈ ഫ്ലൈയിങ് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇന്നുള്ള ഹൈ ഫ്ലയേഴ്സ് മീറ്റിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന രീതിയിലേക്ക് ഈ വാക്കുകൾ നമുക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൃതജ്ഞതയുള്ളയാളാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിന്റെ വരുന്ന ഫ്യൂച്ചർ അല്ലെങ്കിൽ ജീവിതത്തെ മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കണം. അത് വളരെ കളർഫുൾ ആയിരിക്കണം.
അത് കഴിവിന്റെ പരമാവധി മെച്ചപ്പെടുത്താൻ സഹായിക്കണം. അതിന് എത്ര പണം വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും ജനങ്ങളിലേക്ക് എത്തിക്കാനും, എത്തിക്കുന്ന ആളുകളെ കണ്ടെത്താനും, അതിനുള്ള മാർക്കറ്റുകൾ കണ്ടെത്താനും സാധിക്കണം. ഇങ്ങനെ മാർക്കറ്റുകളും ആളുകളും നിങ്ങളുടെ താഴെ 2 ഓർഗനൈസേഷൻ വഴി വരുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്ന പണത്തിന്റെ ഒഴുക്ക് അത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളും അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അത് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ മുതൽ വലിയ വലിയ സ്വപ്നങ്ങൾ വരെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഒരു ലീഡർ എന്ന് പറയുന്നത്. ആ ലീഡർ നിങ്ങളിലുണ്ട്, ഏതൊരു മനുഷ്യന്മാരിലും ഉണ്ട്. ആ ശക്തി തന്നിട്ടാണ് നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് ദൈവം പറഞ്ഞയച്ചിട്ടുള്ളത്. പലപ്പോഴും ആ ശക്തിക്ക്, ആ നമ്മളിലുള്ള ആത്മാവിനുള്ള ആ ശക്തിക്ക് പലപ്പോഴും പ്രകാശിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആ ശക്തി ഒരു ബൾബാണെന്ന് കരുതുക. ഒരു ബൾബ് 100% പ്രകാശിക്കും. പക്ഷെ എത്ര പ്രകാശിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വെളിച്ചം ഒരുപക്ഷെ റൂമിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. കാരണം ആ ബൾബിൽ പലതരത്തിലുള്ള അഴുക്കും കറയും പുകയുമൊക്കെ ആ ബൾബിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പ്രകാശിക്കാൻ കഴിയണമെന്നില്ല. പ്രകാശം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല. എത്ര വലിയ സൂര്യൻ ഉദിച്ച് ആ സൂര്യശോഭ ഒരുപക്ഷെ ചില മേഘക്കീറുകൾ ആ ശോഭയെ കെടുത്തി എന്ന് വരാം. സൂര്യൻ എത്ര ഉദിച്ചാലും മേഘം വന്ന് മറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രകാശം നമുക്ക് ലഭിക്കില്ല. അഥവാ നമ്മളിൽ വലിയ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില മേഘക്കീറുകൾ നമ്മളിലുണ്ട്, നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് പേടിയാണ്, ഒന്ന് ഭയമാണ്, സങ്കടമാണ്, ദുഃഖമാണ്, അസൂയയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മേഘം കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന സൂര്യപ്രഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള നമ്മളുടെ അഴുക്കും കറയും പുകയും ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോഴും നാം പ്രകാശിക്കുന്നുണ്ടാകും. ഈ പ്രകാശം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വെളിച്ചം കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് എത്തിക്കാൻ നാം മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കെല്ലാവർക്കും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മില്ലനയർഷിപ്പ് കിട്ടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ നിർത്തുന്ന സമയത്തും ഏത് സമയത്തും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്റെ ഡൗൺലൈൻ ലീഡേഴ്സ് ഉണ്ട്, ലവ് ലൈൻ ലീഡേഴ്സ് ഉണ്ട്. എല്ലാ വിധത്തിലുള്ള എല്ലാ ആളുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. See you at the top. Thank you. Back to the MC. Thank you, sir. നമുക്ക് ഇത്രയും നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടിയതിന്, ഞങ്ങൾക്കത് തന്നതിന് സാറിനോട് ഞാൻ നന്ദി പറയണം. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം, അതേപോലെ ലക്ഷ്യം വേണം, പിന്നെ അതേപോലെ എന്തിനൊക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ളതും, അതേപോലെ ഒരു ലീഡർ എങ്ങനെ ആവണം, പിന്നെ എന്തൊക്കെ ഇതിൽ വിജയിക്കണമെങ്കിൽ പിന്നെ നമ്മളെ ലീഡേഴ്സിനായിട്ട് ഉള്ള കണക്ട് കൂടുതൽ വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഈ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ പ്ലാനും ലക്ഷ്യവും വേണമെന്ന് നമുക്ക് എപ്പോഴും അറിയണ കാര്യമാണ്. പക്ഷെ പലർക്കും തന്നെ അതില്ല. നമുക്ക് ഒരു ലക്ഷ്യമില്ലാത്ത, അപ്പൊ എങ്ങനെയാ വെച്ചാല് നമ്മൾ ശരിക്കും ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ അതിന്റെ ക്ലച്ചും ബ്രേക്കും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാറില്ലെങ്കിലാണ് ആ വണ്ടി മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതില്ലാതെ നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ്. ഇതിന്റെ ശരിക്കുള്ള പ്ലാനും ലക്ഷ്യങ്ങളും എഴുതി തയ്യാറാക്കി അത് പ്രകാരം സിസ്റ്റം പ്രകാരം നമ്മൾ നീങ്ങുകയാണെങ്കിലാണ് നമുക്ക് ഇതിലൊരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു വിജയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളെ മലബാർ വില്ലേഴ്സിന്റെ ക്യാപ്റ്റൻ അൽത്താഫ് സാറിന്റെ രാവിലത്തെ നമുക്ക് നമ്മള് എണീറ്റ ഉടനെ കാണുന്നത് സാറിന്റെ വോയിസ് ആണ്.
അതൊക്കെ നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. ഡെയിലി സാർ അങ്ങനെ ഒരു വോയിസ് വിടണമെങ്കിൽ സാറിന് അത്രയും ഇപ്പൊ നമുക്കൊക്കെ